കേരള വാട്ടർ അതോറിറ്റിയുടെ ഓപ്പറേറ്റർ തസ്തികയിലേക്കുള്ള അപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്ലിക്കേഷൻ ഇപ്പോഴും ഓപ്പൺ ആണ്. എലിജിബിൾ ആയിട്ടുള്ള മുഴുവൻ ആളുകൾ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് സംശയങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഇതിൽ ആർക്കെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ, എസ്പെഷ്യലി ചില ITIയിലെ സ്പെസിഫിക് ട്രേഡുകാർക്കാണ്. ഇൻസ്ട്രുമെന്റ് മെക്കാനിക് അല്ലെങ്കിൽ ഡീസൽ മെക്കാനിക് അങ്ങനെ തുടങ്ങി പല ട്രേഡുകളുണ്ട് അല്ലേ. അത്തരം ട്രേഡിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ചില കൺഫ്യൂഷൻസ് വന്നിട്ടുണ്ട്. അതായത് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിടെക്കിൻ്റെ കാര്യത്തിൽ യാതൊരു കൺഫ്യൂഷനും ഇല്ല. ബിടെക് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ അതേപോലെ തന്നെ ഡിപ്ലോമ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യുന്നതിന് യാതൊരു ഇഷ്യൂസും ഇല്ല. ITIയുടെ കാര്യത്തിലാണ് കൺഫ്യൂഷൻസ് വന്നിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ബിടെക്കിൻ്റെ കാര്യത്തിൽ മറ്റു ബ്രാഞ്ചസുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇലക്ട്രോണിക്സുകാർക്കോ അല്ലെങ്കിൽ CS-കാർക്കോ ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ബ്രാഞ്ചുകാർക്ക് തന്നെയാണ്. അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ ഒന്ന് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അതായത് KWA ഓപ്പറേറ്റർ എന്ന് പറയുന്നതിൽ ആർക്കെല്ലാം അപ്ലൈ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ തന്നെ ഒരുപാട് പേര് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ എക്സാമിന് വേണ്ടിയിട്ട് സിൻസിയർ ആയിട്ട് എഫേർട്ട് എടുത്ത് പഠിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 18 to 36 ആണ് വന്നിരിക്കുന്നത്. എ പാസ് ഇൻ SSLC ഓർ ഇറ്റ്സ് ഇക്വലന്റ് പറഞ്ഞതിന് ശേഷം നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അവാർഡഡ് ബൈ ദ നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് അഥവാ NCVT ആണ്. ഓക്കെ, NCVT ഇൻ ദ ട്രേഡ് ഓഫ്, ഓക്കെ, ഇൻ ദ ട്രേഡ് ഓഫ് പറഞ്ഞിരിക്കുന്നത് ഇൻ ദ ട്രേഡ് ഓഫ് ഇലക്ട്രീഷ്യൻ പറഞ്ഞിട്ടുണ്ട്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ പറഞ്ഞിട്ടുണ്ട്, ഇലക്ട്രിക്കൽ പറഞ്ഞിട്ടുണ്ട്, മെക്കാനിക്കൽ ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് 2 years ഓഫ് കോഴ്സ്. അവിടെയും ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതായത് 1 year കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന്. ഇല്ല എന്നുള്ളതാണ് ആൻസർ. കാരണം 2 year കോഴ്സ് ഓർ ഇറ്റ്സ് ഈക്വലന്റ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു കോഴ്സ് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അവാർഡഡ് ബൈ ഏതൊക്കെ കോഴ്സസിലാണ്? ഇലക്ട്രീഷ്യൻ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് 2 years ഓഫ് ആണ് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഓർ ഇറ്റ്സ് ഇക്വലൻസ് എന്നും പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇതിന് ഇക്വലന്റ് ആയിട്ടുള്ള ട്രേഡിലുള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. അതായത് ചില ട്രേഡുകൾ മെക്കാനിക്കലിന് ഇക്വലന്റ് ആയിരിക്കും, ചില ട്രേഡുകൾ ഇലക്ട്രിക്കലിന് ഇക്വലന്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളടുത്ത് എനിക്ക് പറയാനുള്ളത്, അതായത് ചില പെർട്ടിക്കുലർ ട്രേഡിലെ ആൾക്കാരുണ്ട്, ഇൻസ്ട്രുമെന്റ് മെക്കാനിക്ക് അല്ലെങ്കിൽ ഡീസൽ മെക്കാനിക്ക് അങ്ങനെ തുടങ്ങിയ കുറേ ട്രേഡുകൾ ഉണ്ടല്ലോ. അത്തരത്തിലുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഇക്വലൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് ഇലക്ട്രിക്കലോ അല്ലെങ്കിൽ മെക്കാനിക്കലോ ആ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്കൊരു ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് യാതൊരു ഇഷ്യൂസും ഇല്ല. പക്ഷേ 1 year ITI കഴിഞ്ഞ ആളുകളാണെങ്കിൽ, അതായത് 1 year കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. പിന്നെ KGC കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന്. അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ ഇൻ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ഇഷ്യൂഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് 2 years കോഴ്സ് ഓർ ഇറ്റ്സ് ഈക്വലന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ ഏതൊക്കെയാണ് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ കൂടി നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. ഇതിൽ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ NTC ഇലക്ട്രീഷ്യൻ പറഞ്ഞിട്ടുണ്ട്, NTC മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, NTC ഇലക്ട്രിക്കൽ, NTC മെക്കാനിക്, KGC ഇലക്ട്രിക്കൽ. ഇതാണ് ആസ് പെർ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന ക്വാളിഫിക്കേഷൻസ്. ഇതിന് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സ്ട്രീമിലുള്ള ആളാണെങ്കിൽ, അതായത് ITIയുടെ ഏത് സ്ട്രീമിൽ വെട്ട ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഓൾറെഡി ഞാൻ ഇത് പറഞ്ഞ കാര്യമാണ്, ബിടെക്കാരുടെ കാര്യത്തിൽ യാതൊരു കൺഫ്യൂഷനും പ്രസക്തിയില്ല. അതായത് ഇവിടെ വളരെ സ്പെസിഫിക് ആയിട്ട് പോളിടെക്നിക് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വന്നിട്ടുണ്ട്, പോളിടെക്നിക് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ വന്നിട്ടുണ്ട്, ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഉണ്ട്, അതേപോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസുകാർക്കെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ BTechകാരിൽ ചെറിയൊരു സംശയം വന്നിട്ടുള്ളത്, ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇല്ല എന്നുള്ളതാണ് ആൻസർ. ഇലക്ട്രിക്കൽ കഴിഞ്ഞ ആളുകൾക്ക് മാത്രമാണ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് പറ്റും, ഇലക്ട്രിക്കൽ മാത്രമാണെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഇലക്ട്രോണിക്സ് മാത്രം കഴിഞ്ഞ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ KWA ഓപ്പറേറ്റർ എന്ന് പറയുന്നത് അത്യാവശ്യം മികച്ച ഒരു തസ്തിക തന്നെയാണ്. ഞാൻ ഓൾറെഡി ഇതിൻ്റെ നോട്ടിഫിക്കേഷനിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പേ സ്കെയിൽ എന്ന് പറയുന്നത്, ഇതൊരു ഓപ്പറേറ്റർ തസ്തികയാണ്, ITI ലെവൽ പോസ്റ്റ് ആണ് എന്ന് കരുതി വളരെ ചെറിയൊരു സാലറി ആയിരിക്കും എന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. 27,200 മുതൽ 73,600 വരെയാണ് പേ സ്കെയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ നമ്മളൊരു സബ് എഞ്ചിനീയറിൻ്റെ നമ്മൾ പേ സ്കെയിൽ നോക്കുകയാണെങ്കിൽ 35,500 മുതലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് വലിയൊരു വ്യത്യാസമൊന്നും അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് പേ സ്കെയിൽ നോക്കുന്ന സമയത്ത് അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു പാക്കേജ് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കേരള വാട്ടർ അതോറിറ്റിയിൽ വന്നിരിക്കുന്നത് എന്ന് മാത്രമല്ല അത്യാവശ്യം
അത്യാവശ്യം ഹ്യൂജ് നമ്പർ ഓഫ് വേക്കൻസീസ് ആയിരിക്കും ഇത്തവണയും എക്സാമിന് വരാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ KWA ഓപ്പറേറ്റർ എന്ന് പറയുന്ന എക്സാം ക്രാക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇതിൻ്റെ ഒരു കോമ്പറ്റീഷൻ വളരെ കൂടുതലാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു ഗവൺമെന്റ് ജോലി നേടിയെടുക്കുക എന്ന് പറയുന്നത് ഏതൊരാളുടെയും സ്വപ്നമാണ്. സോ ആ സ്വപ്നത്തിലേക്കുള്ള യാത്രയിൽ അവർ ഏറ്റവും അധികം ഉപയോഗപ്പെടുത്താൻ പോകുന്ന ഒരു എക്സാം ആയിരിക്കും KWA ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇവിടെ ഇലക്ട്രിക്കലുകാരും മെക്കാനിക്കലുകാരും ഒരുപോലെ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്ന ഒരു എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ ഈ അവസരം നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരുള്ള 2 പ്ലാറ്റ്ഫോമാണ് ഇലക്ട്രിക്കൽ ആണെങ്കിലും മെക്കാനിക്കൽ ആണ് എൻട്രിയെ സംബന്ധിച്ചിടത്തോളം ഈ 2 പ്ലാറ്റ്ഫോമുകളിലും കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും മികച്ച റിസൾട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഇത്, അതായത് ഇലക്ട്രിക്കലുകാർക്ക് മെക്കാനിക്കലുകാർക്ക് ഇലക്ട്രിക്കലൊക്കെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോർമാറ്റിൽ മനസ്സിലാക്കാവുന്ന രീതിയിലാണ് വളരെ ബേസ് തൊട്ട് വളരെ ഡെപ്തിലേക്ക് പോകുന്ന രീതിയിലുള്ള ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ എൻട്രിയുടെ KWA ഓപ്പറേറ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയും നമ്മൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയും താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു പോസ്റ്റിന് എലിജിബിൾ ആയിട്ടുള്ള നിങ്ങളുടെ മുഴുവൻ സുഹൃത്തുക്കളിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. 2026 നിങ്ങൾ ആഗ്രഹിച്ച സർക്കാർ ജോലി നിങ്ങളിലേക്ക് എത്തട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.